ഇതുവരെ ഞാൻ 2 ലൈവ് ഇട്ടു. ഈ 2 ലൈവും എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി മനസ്സിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 60, 61, 62 എത്രയെങ്കിലുമൊക്കെ ആവാം. അതൊന്നും ഞാനത്ര ഓർക്കുന്നില്ല. എനിക്കത് ഓർക്കേണ്ട ആവശ്യവുമില്ല. സത്യത്തിൽ ഞാൻ പരിശോധിച്ചത് ഇന്ന് സൈക്കിളിന് പോയപ്പോഴും അല്ലെങ്കിൽ ഇന്ന് പുറത്തിറങ്ങിയപ്പോഴും ഒക്കെ ഞാൻ രാവിലെ മുതൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എത്ര വീടുകളിൽ ഈ ഈ പതാക ഇങ്ങനെ നാട്ടിയിട്ടുണ്ടാകുമെന്നാണ്. എൻ്റെ വില്ലയിൽ 2 വീടുകളിൽ അത് നാട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ RSSകാരനാണ്. എന്ന് പറഞ്ഞാൽ RSSകാരെന്ന് പറഞ്ഞാൽ BJP അനുഭാവി, അത്രയേ ഉള്ളൂ. അയാളൊരു ഗുമസ്തനാണ്. അയാൾ RSSൻ്റെ അല്ലെങ്കിൽ BJP ഒക്കെ പൊക്കി പിടിക്കുന്ന ഒരാളാണ്. പിന്നെ വേറൊരു വീട്ടിൽ ഒരു പതാക നാട്ടിയെന്ന് കണ്ടു. കൊടി എന്ന് പറഞ്ഞാൽ പതാക, ഇന്ത്യൻ പതാക, അത് നാട്ടിയിരിക്കുന്നത് കണ്ടു. ഇന്ന് മാത്രമാണല്ലോ അത് നാട്ടാനുള്ള അവകാശമുള്ള ഒരു പൗരന് നാട്ടിയിരിക്കുന്നത് കണ്ടു. അയാളൊരു നായന്മാരാണ്. അത്രയും എനിക്കറിയാം. അയാളുടെ പേരോ ഊരോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഫ്ലാറ്റിലാണെങ്കിലും എൻ്റെ വില്ലയിലാണെങ്കിലും എല്ലാവരുടെയും വിശേഷമൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിലൊന്നും ആരുമായും ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവരാണ്. അപ്പോൾ 2 വീടുകളിൽ അത് ഇങ്ങനെ പടിയുമേ വെച്ചിരിക്കുന്നത് കണ്ടു, പതാക നാട്ടിയിരിക്കുന്നത് കണ്ടു. പിന്നെ ഞാൻ നടക്കാൻ പോയപ്പോൾ അല്ലെങ്കിൽ സൈക്കിളിൽ പോയപ്പോൾ ഒരുപാട് വീടുകൾ ഞാൻ പരിശോധിച്ചു. അധികം ആരും ഈ വർഷം അങ്ങനെ പതാക പടിയിൽ വയ്ക്കുന്ന പരിപാടി ചെയ്തിട്ടില്ല. ഞാൻ ബൈക്ക് പോകുന്നതും സ്കൂട്ടർ പോകുന്നതും അല്ലെങ്കിൽ കാറ് പോകുന്നതും ബസ് പോകുന്നതും ഒക്കെ നോക്കി. ഒരു ബസ്സിന്മേൽ പതാക വെച്ചിരിക്കുന്നത് കണ്ടു ഞാൻ, ഒരു പ്രൈവറ്റ് ബസ്സിന്മേൽ. പിന്നെ വളരെ അപൂർവം ചില ബൈക്കുമേൽ അപൂർവം ഒരു 50 ബൈക്ക് പോകുമ്പോൾ അതൊരു ബൈക്കുമേൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിന്മേൽ മാത്രമാണ് ഈ പതാക വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്, പഴയ കാലത്തൊക്കെ ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ്. പിന്നെ ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ഈ എല്ലാവരും കൂടി നിന്ന് പതാക ഉയർത്തുന്നതൊക്കെ കണ്ടുവിട്ടാ. അതൊരു രാഷ്ട്രീയ ചടങ്ങാണ് അല്ലേ, അത് മാത്രമാണ്. ഇവിടെ എനിക്ക് പണ്ട് കാലത്തൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. പണ്ട് കാലത്തൊക്കെ വളരെ ആവേശമായിരുന്നു ഈ കാര്യം. ആ ദിവസം മിഠായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പകാലം ഞാൻ ഓർമ്മിക്കുന്നു. അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ ഞാൻ നോക്കുമ്പോൾ എല്ലാ വാഹനത്തിന്മേലും ഒറ്റപ്പെട്ട വാഹനങ്ങളിന്മേൽ ഒഴികെ എല്ലാ സ്കൂട്ടറുമേഴും ബൈക്കുമേഴും കാറുമേഴും ഒക്കെ ഈ പതാക ഇങ്ങനെ ഉയർത്തി പതാക നാട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു പതാക ഇങ്ങനെ നാട്ടുന്നതിന് 50 രൂപ, 25 രൂപ, 15 രൂപയ്ക്കാണ് വില. ആരും അത് വാങ്ങിച്ച് അധികമൊന്നും നാട്ടുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്, അറിവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ദേശീയബോധത്തിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ അതിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് ദേശീയബോധം പറഞ്ഞിരുന്ന നമ്മുടെ വയറിലേക്ക് വലുത് ഇറങ്ങുമോ? ഇല്ല. അതിനൊന്നും ആൾക്കാർക്ക് ഇപ്പോൾ നേരമില്ല. ആളുകൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുമാണ് ഈ എല്ലാ സമയത്തും. ആളുകൾക്ക് ഇതിനൊന്നും സമയമില്ലെന്ന് മാത്രമല്ല, ഇൻട്രസ്റ്റും ഇല്ല, ഒരു താല്പര്യമില്ല. ഇപ്പോൾ ഈ പതാക നാട്ട്, അതായത് കടുത്ത വല്ല ദേശീയവാദികൾക്ക് മാത്രമേ ഇത് പതാകയെ പറ്റിയുള്ള ബോധമൊക്കെ വരുന്നുള്ളൂ. കടുത്ത ദേശീയവാദികൾക്ക്. ഇന്ന് ദേശീയവാദികളുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. ആരാ ഇന്ന് ദേശീയവാദം പറയുന്നത്? ഈ ദേശീയവാദം വളർത്തിക്കൊണ്ടുവന്ന RSS ആണ് അല്ലെങ്കിൽ BJP ആണ്. പക്ഷേ അവരുടെ തന്ത്രങ്ങളൊക്കെ പൊളിഞ്ഞു. വർഗീയതയും ദേശീയതയുമാണ് അവർ വളർത്തിക്കൊണ്ടുവന്നത്. ആ ദേശീയതയും വർഗീയതയും അവർ വളർത്തിക്കൊണ്ടുവന്നെങ്കിലും അവർ പരാജയപ്പെട്ടു എന്നതിൻ്റെ വളരെ വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അല്ലേ. ഇപ്പം നമ്മൾ മോദിയുടെ മുഖം കാണുമ്പോൾ പണ്ടത്തെ ഉഷാറൊന്നുമില്ല, പണ്ടത്തെ സന്തോഷമൊന്നുമില്ല. കുറേശ്ശൊക്കെ അവിടെ ഇവിടെയൊക്കെ നിറവ്യത്യാസമൊക്കെ വന്നു തുടങ്ങി മോദിക്ക്. പ്രായമായതുകൊണ്ടല്ല, ആ അധികാരത്തിൻ്റെ തിളപ്പ് കുറഞ്ഞു പോയി അല്ലേ. ഇപ്പോൾ ഈ പപ്പു എന്ന് വിളിച്ച രാഹുൽ ഗാന്ധി പ്രതിപക്ഷ മന്ത്രിയായി, ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പായി, കോൺഗ്രസിന് വില വലിച്ചു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മോദിയുടെ എയർ പോയ ബലൂൺ മാതിരിയായി മോദി.
ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവൻ ഇത് അതിശയോക്തി പറയുകയാണെന്ന്. അല്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് അത് ശരിയാണ്. ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണ്. ഞാൻ അത്ര നിഷ്പക്ഷമൊന്നുമല്ല കേട്ടോ. കാരണം ഞാൻ മോദിയെ എതിർക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ പിണറായി വിജയനെ എതിർക്കുന്ന ആൾ തന്നെയാണ്. എൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ ആവേശമൊന്നുമില്ല, അങ്ങനെ വലിയ എതിർപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ വോട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ മാത്രമേ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഈ വയസ്സ് വരെ വോട്ട് ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ തവണ വോട്ടിന് പോയില്ല. അപ്പോൾ എനിക്ക് അത്രമാത്രം തീവ്രതയില്ലെന്നുള്ളത് ഉറപ്പായല്ലോ. പക്ഷെ ഞാൻ നല്ല മനുഷ്യനായിട്ട് എൻ്റെ മനസാക്ഷിയിൽ, എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു നല്ല മനുഷ്യനായിട്ട് കാണുന്നത് രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ശുദ്ധനായ മനുഷ്യനാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഭേദമായൊരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും ചെയ്തു. എനിക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമല്ല. അയാളൊരു പൊങ്ങച്ചക്കാരനാണ്. എനിക്ക് തോന്നുന്നു അയാൾ ഈ തവണ ഭാഗ്യത്തിന് അയാൾ ജയിച്ചു. ആ ജയം ശരിക്കും പറഞ്ഞാൽ അയാളുടെ വലിയ വിജയം തന്നെയാണ്. ഇനി അടുത്ത ഞാനൊരു സുഹൃത്തിനുമായിട്ട് വിഷയം ചർച്ച ചെയ്തപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത്, ഇനി 5 വർഷം കഴിഞ്ഞാൽ അയാൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനൊന്നും നിൽക്കില്ല, അയാൾ ഇനി ഒന്നിനും നിൽക്കില്ല, അയാൾ വിജയിച്ചു, ഇനി അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് നിൽക്കില്ല, ഒന്നുമില്ല, ഈ 5 കൊല്ലം അയാൾ ആഘോഷിക്കും, ആ ആഘോഷം കഴിഞ്ഞ് അയാൾ പിന്തിരിയും എന്നാണ് അയാൾ അഭിപ്രായപ്പെട്ടത്. ഇപ്പം അയാളുടെ ജയം കഴിഞ്ഞു. ശരിക്കും എന്നോട് വേറെ ഒരു ഗൾഫുകാരോട് ഞാൻ ചോദിച്ചു ഈ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച കാര്യത്തെ പറ്റി. അപ്പോൾ അയാൾ പറഞ്ഞ തൃശ്ശൂർക്കാരുടെ പരാജയമാണതെന്നാണ് പറഞ്ഞത്. തൃശ്ശൂർക്കാരുടെ മണ്ടത്തരമാണതെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. എല്ലാവർക്കും ഈ അഭിപ്രായമൊന്നുമല്ല. സുരേഷ് ഗോപി വലിയ ദാനധർമ്മം ചെയ്യുന്ന ആളാണ് എന്ന് ഞാനൊരു പുതുക്കാട് ഈർക്കിളി കൊണ്ട് പണിത വീടുണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ട്. അയാൾ യൂട്യൂബുകളിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഈർക്കിളി കൊണ്ട് പള്ളി ഉണ്ടാക്കിയ ആളാണ്. ഒരു അത്ഭുതകരമായ ഒരു പള്ളി ഈർക്കിളി കൊണ്ട് ഉണ്ടാക്കിയ ആൾ. അയാളുടെ വീട്ടിലെ അയാളും അയാളുടെ അനിയനുമാണ് ഉള്ളത്. അയാളുടെ അനിയനും വലിയൊരു കലാകാരനാണ്. അയാൾ ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം തുടങ്ങിയ പല രൂപങ്ങളും 3D മരത്തിൽ കൊത്തി ഉണ്ടാക്കുന്ന ഒരു അത്ഭുത മനുഷ്യനായിരുന്നു അയാൾ. അപ്പോൾ അയാളുടെ ആ കൊത്തി ഉണ്ടാക്കിയതൊക്കെ ചിലവാകാതെ അയാൾ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലും കടത്തിലും ബുദ്ധിമുട്ടിലും കഴിയുകയാണ്. അപ്പോൾ അയാളായിട്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു കുറച്ച് നേരം. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, സുരേഷ് ഗോപി 25 വർഷം മുൻപ് അയാളുടെ ഒരു ബന്ധുവിന് ക്യാൻസർ വന്നിട്ട് 10 ലക്ഷമോ എത്രയോ കൊടുത്തു അത്ര ദാനധർമ്മനാണ്. ഇപ്പോഴല്ല അയാൾ ദാനധർമ്മനായത്. പഴയ കാലത്ത് തൊട്ട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് തൊട്ട് അയാൾ ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ സുഹൃത്ത് ചെങ്ങാലൂരിൽ ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ, ഞാൻ അയാളുടെ പേര് പറയുന്നില്ല, ഞാൻ ആരെയും നന്നാക്കാനും മോശമാക്കാനും ശ്രമിക്കുന്നില്ല. പേര് പറയുന്നതൊക്കെ വലിയ കുഴപ്പമാണത്രേ. പേരൊന്നും പറയാൻ പാടില്ല. എൻ്റെ ഒരു സുഹൃത്ത് ചെങ്ങാലൂരുള്ളത്, അത് പറയുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ലല്ലോ. അയാൾ പറഞ്ഞത്, ഞാൻ കുമ്പാര കോളനിയാണ് അവിടെ ചെങ്ങാലൂർ സ്നേഹപുരത്ത്. എൻ്റെ വീടിൻ്റെ പ്രദേശമൊക്കെ കുമ്പാരന്മാർ ഒരുപാട് താമസിക്കുന്ന ആളാണ്. നടത്തറയിലും കുമ്പാരന്മാരുണ്ട്. അങ്ങനെ ആ കുമ്പാരന്മാർ താമസിക്കുന്ന ആ ഇടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് സുരേഷ് ഗോപി അവിടെ എത്തി. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ സിനിമ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവുമായ സാക്ഷാൽ സുരേഷ് ഗോപി അവിടെ എത്തി. എന്നിട്ട് ഒരു കുമ്പാരൻ്റെ അടുത്ത് ചെന്ന് കലമുണ്ടാക്കുന്ന അതെങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ കലമുണ്ടാക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ കലമുണ്ടാക്കി കാണിച്ചു കൊടുത്ത ആൾ വലിയൊരു കാശ് ഇയാൾ സംഭാവന കൊടുക്കുന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അയാൾക്ക് 50 രൂപയാണ് അയാൾ കൊടുത്തത്. 50 രൂപയാണ് ഈ കലമുണ്ടാക്കി കാണിച്ചു കൊടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് അയാൾ കൊടുത്തത്. അതുമാതിരി വേറെ ഒരാൾക്കും കൂടി 50 രൂപ കൊടുത്തു. അങ്ങനെ 2 ആൾക്ക് 50ൻ്റെ നോട്ടാണ് അയാൾ കൊടുത്തതെന്നാണ് പറഞ്ഞത് ഈ ദാനധർമ്മം ചെയ്യുന്ന സുരേഷ് ഗോപി. ഞാൻ എൻ്റെ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, എൻ്റെ സമപ്രായക്കാരിയാണ്, വളരെ ശുദ്ധയായ ഒരു സ്ത്രീയാണ്. മനസ്സിലായോ? പേര് പറയുന്നില്ല. ശുദ്ധയായൊരു സ്ത്രീ. ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, ഈ തവണ ആരാ ജയിക്കുക എന്ന് ചോദിച്ചു. അത് സുരേഷ് ഗോപി തന്നെ ജയിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഭയങ്കര ദാനധർമ്മം ചെയ്യുന്ന ആളാണ്. മറ്റാരാ ദാനധർമ്മം ചെയ്യുന്നത്? അപ്പോൾ ദാനധർമ്മം ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നോട് പറഞ്ഞു. അത് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. സത്യത്തിൽ ഞാൻ എൻ്റെ മനസാക്ഷിയിൽ, എൻ്റെ കാൽക്കുലേഷനിൽ, എൻ്റെ കണക്കുകൂട്ടലിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിൻ്റെ ആൾ നിന്നത്
കരുണാകരൻ്റെ മകൻ നിന്നത് അത് വിഡ്ഢിത്തരമായി പോവുകയാണ് ചെയ്തത്. സത്യത്തിൽ അതെ, കാരണം അയാൾ ഇവിടെ പറിച്ചു നടപ്പെട്ട ആളായിരുന്നു. മനസ്സിലായി, പറിച്ചു നടപ്പെട്ട ആളായിരുന്നു. അതൊരു പരാജയകാരണമായി. പിന്നെ അയാളുടെ തോളിൽ കൈവച്ച ഒരു പെണ്ണിൻ്റെ കേസുണ്ടായല്ലോ, ആ കേസിലും അയാൾക്ക് വിജയം കിട്ടി. അയാൾ അങ്ങനെ പെൺമോഹിയൊന്നുമല്ല, അത് സത്യമാണ്. അയാൾക്ക് പെൺമോഹത്തെ പറ്റിയുള്ള ചിന്തകളൊന്നുമുള്ള ആളാണ്. അയാൾ ഭാര്യയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അയാൾക്കെതിരെ ഒരു പരാതി ഉണ്ടായപ്പോൾ അയാളുടെ സൈഡ് എല്ലാവരും ചേർന്നു, അതിലയാൾക്ക് വിജയം കിട്ടി. പിന്നെ അയാൾക്ക് കോടിക്കണക്കിന് രൂപ ഇവിടെ ഇറക്കി അയാൾ പ്രചരണം നടത്തി, അത് അയാൾക്ക് വിജയം കിട്ടി. സിനിമാ നടൻ പിന്നെ 2 പ്രാവശ്യം തോറ്റു, അതുകൊണ്ട് 3ാമത്തെ പ്രാവശ്യം അയാൾക്ക് ഒരു ചാൻസ് കൊടുക്കുക എന്ന് പല ആളുകളും കരുതി. ഇതിനേക്കാളൊക്കെ അയാൾ വിജയിക്കാനുണ്ടായ ഏറ്റവും വലിയ കാരണമായി ഞാൻ കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ് മോദിയുടെ ഒരു പ്രഖ്യാപനമാണ്, കേന്ദ്രമന്ത്രിയാകും എന്ന പ്രഖ്യാപനം. അപ്പോൾ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി കിട്ടിയാൽ കേരളം തന്നെ രക്ഷപ്പെട്ടുമെന്നും എല്ലാവർക്കും അത് ഗുണകരമായിരിക്കുമെന്നും കുറേ ആളുകൾ ധരിച്ചു. കുറേ ആളുകൾ അങ്ങനെ ധരിച്ചു. അങ്ങനെ പല കാരണങ്ങളാലും പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള താല്പര്യക്കുറവ്, അല്ലെങ്കിൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് CPIക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യക്കുറവ്, ഇതൊക്കെ കാരണമായി. ഏറ്റവും വലിയ കാരണമായത് എനിക്ക് തോന്നുന്നുണ്ട്, ഞാനിങ്ങനെ നിഷ്പക്ഷമായിട്ടൊരു വീക്ഷണം നടത്തുകയാണ്. സംഗതിയൊക്കെ കഴിഞ്ഞു, അയാളിപ്പോൾ വലിയ ആളാവും ചെയ്തു, മനസ്സിലായോ? പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കേന്ദ്രമന്ത്രിയാകുമെന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കാനുണ്ടായ ഏറ്റവും വലിയ കാരണം. സത്യത്തിൽ അയാളുടെ മനസ്സിൽ അയാൾ ധരിച്ചിരുന്നത് വെറും കേന്ദ്രമന്ത്രിയല്ല, ഒരു ക്യാബിനറ്റ് മന്ത്രി ആകുമെന്നാണ്. അയാളുടെ സ്വപ്നം അതായിരുന്നു, പ്രതീക്ഷ അതായിരുന്നു, ആഗ്രഹം അതായിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയതിൽ അയാൾ നിരാശിതനാണ്. സത്യത്തിൽ അയാൾ നിരാശിതനാണ്. എനിക്ക് തോന്നുന്നത് അയാൾ നിരാശിതനാണ്. കാരണം അയാൾക്ക് കേന്ദ്രമന്ത്രിയാകാൻ പറ്റിയില്ല. ഇനി അങ്ങോട്ട് അയാളുടെ പ്രവർത്തനങ്ങളൊന്നും അത്ര തിളങ്ങുന്നതാകാനും സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി, ഇതിനുള്ളിൽ അയാൾക്ക് കയ്യടി കിട്ടാവുന്ന ഒരു കാര്യവും അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞതായിട്ട് തോന്നുന്നില്ല. ഈ വയനാട് പ്രശ്നത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളിലോ ഒന്നിലും അയാൾ ഇവിടെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഒക്കെ മെട്രോ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറുതെ പറയാമെന്നല്ലാണ്ട് നടക്കുന്ന കാര്യമാണോ? നമ്മുടെ റോഡുകളുടെ സ്ഥിതി തന്നെ ഒന്ന് നോക്കുക. ഇപ്പോൾ കോഴിക്കോട് പോകുന്ന റോഡ്, കുന്നംകുളം വരെയുള്ള റോഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി? എത്ര വഷളായൊരു റോഡാണ്, എത്ര വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. അതിൻ്റെ കുണ്ടും കുഴിയും സാധനങ്ങളൊന്ന് പരിശോധിക്കുക, അത്ര മോശമായൊരു റോഡാണ്. അപ്പം ഞാനിവിടെ സുരേഷ് ഗോപിയെ പറ്റി കുറ്റം പറയാനല്ല ഈ ലൈവ് ഇട്ടത്, മനസ്സിലായോ? മോദിയെ പറ്റി കുറ്റം പറയാനല്ല ഈ ലൈവ് ഇട്ടത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പറ്റി നല്ലത് പറയാനല്ല ഇതിട്ടത്. ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ആഗസ്റ്റ് 15 എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജനം അതൊന്നും അത്ര കണ്ട് പ്രാധാന്യത്തോടെ ഇപ്പോൾ കണക്കിലെടുക്കുന്നില്ല. ഒരു മനുഷ്യനും അതൊന്നും കണക്കിലെടുക്കുന്നില്ല. ആഗസ്റ്റ് 15 അങ്ങോട്ട് കടന്നുപോയി, ആരറിയുന്നു, ആര് ശ്രദ്ധിക്കുന്നു, ആർക്കാണിത് അറിയണ്ടേ? കാരണം എനിക്ക് തോന്നുന്ന കേരളത്തിലെ ജനങ്ങളൊക്കെ വളരെ പ്രയാസത്തിലാണ്. എല്ലാവരും വലിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് നല്ല ജീൻസൊക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പായിട്ടൊക്കെ നല്ല തേച്ച് മണിക്കിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നുണ്ടെങ്കിലും ഒരുത്തൻ്റെ കയ്യിലും കാശില്ല, കടത്തോട് കടമാണ്. മനസ്സിലായോ? നീറി പുകഞ്ഞിട്ടാണ് മനുഷ്യൻ നടക്കണേ. സന്തോഷിച്ച് നടക്കുന്നുണ്ട്, പക്ഷെ അത് നീറ്റം ഉള്ളിലുണ്ട്. കാരണം എല്ലാത്തിനും ലോണും കടങ്ങളും സ്വർണ്ണപ്പണ്ടം പണയവും ഒക്കെ ആയിട്ടാണ് നീങ്ങുന്നത്. ബിസിനസ്സുകളൊക്കെ വളരെ മോശമാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തിനോട് തൃശ്ശൂർ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വളരെ മോശമാണ്, 7 മണിയാകുമ്പോഴേക്കും എല്ലാ കടകളും പൂട്ടും. പണ്ടുണ്ടായ കാശിൽ ഉണ്ടായവരൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കണു, ഇന്ന് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ് തൃശ്ശൂരത്തെ ഒരു 30 വർഷമായിട്ട് വ്യാപാരിയായ ഒരാളെന്നോട് പറഞ്ഞത്. എല്ലാ കടക്കാരും അങ്ങനെയാണ്. എത്രയോ കടകൾ പൊടി കിടക്കുന്നു, എത്രയോ ബിൽഡിങ്ങുകൾ പണിതിട്ട് അതിൽ ഒന്ന് പരീക്ഷിക്കും, പിന്നെ അത് പൂട്ടിയിടും, അല്ലേ? എന്നാലും ഇപ്പോഴും ആളുകൾ, കാശുള്ളവർ കുറേ ബിൽഡിങ്ങുകൾ പണിതുണ്ടാക്കുന്നുണ്ട്, കടമുറികൾ പണിതുണ്ടാക്കുന്നുണ്ട്. എന്തിനാണിത് പണിതുണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് നല്ല പലിശയുണ്ട്, ആ കാശ് പലിശയ്ക്ക് ഇടുകയാണെങ്കിൽ എത്ര നല്ലതായിട്ട് ജീവിക്കാം, എത്ര സന്തോഷമായിട്ട് ജീവിക്കാം. ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇത് ബിൽഡിങ് പണിത് കടമുറി വാടകയ്ക്ക് കൊടുക്കണം, വാടകയ്ക്ക് ആൾ വന്നില്ലെങ്കിൽ പ്രശ്നമായി, അവൻ ഒഴിഞ്ഞു പോയാൽ പ്രശ്നമായി. ഇന്ന് പണ്ടത്തേത് പോലെ അത് വിലയ്ക്ക് വിൽക്കാനൊന്നും പറ്റില്ല, ആരും മേടിക്കില്ല.
അങ്ങനെ എല്ലാ തരത്തിലും ദുരിതത്തിലാണ് കച്ചവടക്കാരായാലും എല്ലാ തരത്തിലും. ഇവിടെ ഞെളിഞ്ഞ് നടക്കുന്നത് ഇന്ന് സർക്കാർ ജീവനക്കാരാണ്. അവരിന്ന് ഞെളിഞ്ഞു നടക്കും. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ശമ്പളം. അവരിങ്ങനെ ബാങ്കിൽ പൈസ കൂട്ടി 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 നിൽക്കുകയാണ്. അവർ മാത്രമേ ഇവിടെ വിജയിച്ചിട്ടുള്ളൂ, സർക്കാർ ജീവനക്കാർ. ബാക്കി ബിസിനസ് ചെയ്യുന്നവരായാലും കൂലിപ്പണിക്ക് പോകുന്നവരായാലും അല്ലെങ്കിൽ എന്ത് തരത്തിലും, ഇപ്പോൾ സിനിമാ തിയേറ്ററിൻ്റെ കാര്യം നോക്കിയാൽ സിനിമാ തിയേറ്ററിൽ 10 ആളില്ല. ഇന്നവിടെ ഞാൻ ചെന്നപ്പോൾ ആളുണ്ടായിരുന്നു. അത് ആദ്യത്തെ ദിവസമാണ്, നല്ലൊരു സംവിധായകനാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നേക്കണതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അവിടെ ആരും ഒരു 3 ദിവസം കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നുണക്കുഴി കാണാനൊന്നും 3 ദിവസം കഴിഞ്ഞാൽ ആളുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഡയറക്ടർക്കും അതിൻ്റെ പ്രൊഡ്യൂസർക്കും ഒക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് കളിച്ചെന്ന് വരും. സിനിമയൊക്കെ ചിലപ്പോൾ ഭാഗ്യമാണല്ലോ, അത് കളിച്ചെന്ന് വരും. അപ്പം മനുഷ്യരൊക്കെ ദുഃഖത്തിലാണ്, മനുഷ്യരൊക്കെ പ്രയാസത്തിലാണ്. ഈ RSSൻ്റെയും BJPയുടെയും തന്ത്രങ്ങളൊക്കെ പൊളിഞ്ഞു. അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തതോടുകൂടി അവർ പൊളിഞ്ഞു. അവരുടെ പ്രതീക്ഷകളൊക്കെ പോയി. അവർ ഇത് ഹിന്ദുരാജ്യമാക്കാനുള്ള തന്ത്രങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസായി. ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ കുറ്റം പറയാനെന്ന് തോന്നും. അല്ല, അത് പൊളിഞ്ഞ് പാളീസായി. അതാണ് സത്യം. ഞാനിപ്പോൾ ഈ ആഗസ്റ്റ് 15 എന്ന ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ലൈവ് ഇട്ടത്. ആ ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.